ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് സ്വയം അതിനുള്ളിൽ നോക്കണം. ഇ.എൻ. മോഹൻദാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാ. എവിടത്തേക്കാണ് പോകുന്നത്? സുജിത് ദാസിൻ്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ എന്താ അറിയോ, തേനൊലിക്കുക. ആരെ? മോഹൻദാസിൻ്റെ. ഇന്നലെ എന്താ പറഞ്ഞ്, ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്, മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം, ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ? മുഖ്യമന്ത്രിക്കും അതിലാ വിഷമം, ഈ ചങ്ങാതിക്കും അതിലാ വിഷമം മോഹൻദാസിന്. എന്തേ? അങ്കിൾ മോഹൻദാസിൻ്റെ അങ്കിൾ എൻ്റെ അടുത്തുണ്ട്. ഓൻ്റെ ഫോൺ, അന്നത്തെ ഫോൺ റെക്കോർഡിൽ ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറാണ്ടാച്ച് വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുജിത് ദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തേനിങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ല ഏതാണ്? വന്നിട്ടില്ല ഇപ്പം. അപ്പോൾ കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000, 45,000. ഓഹോ, അപ്പോൾ പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. ആഹാ, അത് ശരി. ഇതാണില്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത്, കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവൻ ആര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ DC ഓഫീസിൽ പോയവരാണല്ലോ, ഈ LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു കാര്യം നടന്നുണ്ടോ പോലീസിൽ? നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ മിഞ്ഞാന്ന് വരെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതിന് എന്ത് പരിഹാരം അന്വറാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ കുടിച്ചത്. അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1000 റുപ്യക്ക് ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈന്. മോട്ടോർ സൈക്കിളുമ്പോൾ 3 ആൾ പോയാൽ 3 ആളെ പേരിൽ FIR. ഒരു 4 കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അത് മാന്തിയിട്ട് കൊണ്ടുപോയാൽ അവന് 30,000 ഫൈന്. അല്ല, ഒരുപാടുണ്ടെന്ന്. നിങ്ങളൊക്കെ വന്ന് പറയതേ, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്താ ഇപ്പോഴാ പറയുന്നത്? ക്യാമറ ഉണ്ട്. ആണുങ്ങളെ മാതിരി നിന്ന് പറയണം, പ്രതിരോധിക്കണം, ജനങ്ങൾ ഒന്നാകണം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക. നിങ്ങളൊക്കെ മനുഷ്യരായി കാണണം. ഈ മനുഷ്യരെ ഒന്നിത്തെങ്കിൽ ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോന്ന്? അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ. തമിഴ്നാട്ടിൽ പോയി നോക്കിയാൽ കാണൂല നിങ്ങൾക്ക്. ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല. ലോകിയൊക്കെ ഉണ്ടാവും. ഈ തരത്തിലെ അങ്കിൾ ബന്ധമുണ്ടല്ലോ ഈ രാജ്യത്ത്. ഒരു സംസ്ഥാനത്ത് നിങ്ങൾ കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്ന്. ഈ മുഴുവൻ ഓപ്പറേഷൻ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കിടന്നു കൊടുക്കുകയാണ്. മനസ്സിലായോ എന്താ കാര്യം? ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് അത്യാവശ്യം മടിയിൽ കനുണ്ട്. ഞാനും എൻ്റെ കെട്ടിയവനും തട്ടാളും മതി അറിഞ്ഞല്ലോ, പറഞ്ഞില്ലേ? അത് തന്നെയാണ്, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇനി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്, സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയണോ നിങ്ങളോട്? ഞാൻ പറയണോ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അനുഭവസ്ഥരാ. അവിടെ 70% ഫോറസ്റ്റാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. എന്താ സ്ഥിതി? ഒരാൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ വയ്യ. ഈ പറയുന്ന മൂത്തേടത്തും കരുളായിലും വഴിക്കടവിലും പോത്തുകല്ലൊക്കെ ചെല്ലുമ്പം അവിടുന്ന് ആളുകൾ പറയും, വന്നാര സാറേ ഒരു സിനിമ കണ്ടിട്ടൊരു, കാരണം പകല് ജോലിക്ക് വേണം, ഒരു ഫസ്റ്റ് ഷോക്ക് പോയിട്ട് കൊല്ലങ്ങളായി.
പോകാൻ കഴിയുന്നില്ല, കുത്തിമറിക്കില്ലേ പന്നി. ഇപ്പൊ ഒരു മാസം മുമ്പല്ലേ മൂത്തയിടത്തൊരു കുട്ടി അറിവ് ജോലിക്ക് പോകുന്ന കുട്ടി രാവിലെ പന്നി കുടിച്ച് റോഡിൽ തലയടിച്ച് വീണ് മരിച്ച്. ആന, എത്ര ആന? ഒരു മനുഷ്യത്വമില്ലാത്തവരാണ് ഇവര് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 3 ദിവസം നിലമ്പൂരിലല്ല, കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു കേരളയിൽ, കേട്ടവരിവിടെ ഉണ്ടാകും. ഇതിനപ്പുറം ഞാൻ അന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇതിൽ ഇടപെടണം. അതൊരു ഘടകക്ഷിൻ്റെ വകുപ്പ് എന്ന നിലയ്ക്ക് അതിൽ മാറി നിൽക്കരുത്. കേന്ദ്രത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അറിയാം, എന്നാലും സ്റ്റേറ്റ് ഇടപെടണം. എത്ര എണ്ണത്തിന് ചവിട്ടി തേച്ചു. രാത്രി വീട്ടിലേക്ക് പോകാൻ എത്ര പേർ ധൈര്യത്തിൽ പോകും 8 മണി കഴിഞ്ഞാൽ? ഒരു ഫെൻസിങ് വേലി കെട്ടാൻ 2021 അവസാന 21 ബഡ്ജറ്റിൽ 2.5 കോടി റുപ്യ കയ്യും കാലും പിടിച്ച് വാങ്ങി ഇവിടെ കൊണ്ടേ കൊടുത്ത. ആ പ്ലാന് കൊടുത്തില്ല ഈ ചങ്ങാതി, അന്നത്തെ ഫോറസ്റ്റ് DF. അറിയാം നമുക്ക്, ആ ഫണ്ട് ലാപ്സായിപ്പോയി. ഇപ്പൊ 15.5 കോടിയുടെ പദ്ധതിയാണ് മിനിയാന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിലാകെ 1.5 കോടി റുപ്യയാണ് ഈ ആനയെ തടുക്കാനുള്ള ഫെൻസിങ്ങിന്. ബാക്കി 3/4 പങ്കും നിലവിലുള്ള നല്ല കെട്ടിടങ്ങളുള്ള റേഞ്ച് ഓഫീസുകളിൽ പുതിയ കെട്ടിടം 2.25 കോടി റുപ്യ കരുളായിലെ റേഞ്ച് ഓഫീസ്. ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടം കിടക്കുന്നു. ഈ ടീക്ക് പ്ലാന്റേഷൻ്റെ അപ്പുറത്തെ ഇൻഡസ്ട്രിയൽ ഇതിനകത്ത് ഒന്ന് റെഡിയാക്കിയെടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു.